പ്രിയപ്പെട്ടവരെ, സഞ്ചാരവും ചരിത്രവും പറയുന്ന പാത്സ് ഓഫ് കേസിലേക്ക് സ്വാഗതം. കർണാടകയുടെ പശ്ചിമഘട്ട മലനിരകളോട് ചേർന്ന് മനോഹരമായ ക്ഷേത്രങ്ങൾ, സുഖവാസ കേന്ദ്രങ്ങൾ, ചരിത്ര സ്മാരകങ്ങൾ എന്നിവ ധാരാളമുണ്ട്. അവ കാണാനുള്ള യാത്രയിലാണ് ഇന്നത്തെ യാത്ര. കുടുംബത്തോടൊപ്പമാണ്. പ്രധാനമായും ഈ വീഡിയോയിൽ ബാംഗ്ലൂരിൽ നിന്ന് 95 കിലോമീറ്റർ ദൂരത്തുള്ള സിദ്ധലിംഗേശ്വര ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. പോകാം കാഴ്ചകളിലേക്ക്. ഇതാണ് എൻ്റെ മരുമകൻ. പോകുന്ന വഴിയിൽ കുനികൽ എന്ന സ്ഥലത്ത് വാഹനം നിർത്തി. ഇവിടുത്തെ തട്ടുകടയിലെ ഇഡ്ഡലിക്ക് ഒരു പ്രത്യേക സ്വാദുണ്ട്. ഇതാ കണ്ടോ, എൻ്റെ മകളും ഭാര്യയും ഭക്ഷണം കഴിക്കുകയാണ്. ഇവിടുത്തെ ഇഡ്ഡലി ചെമ്പിലല്ലാതെ കല്ലിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്. ധാരാളം ആളുകൾ അത് കഴിക്കാനെത്തുന്നു. ബാംഗ്ലൂർ മാംഗ്ലൂർ NH75 സൈഡിലെ തട്ടുകട ഇത് ഇവിടെ ഫേമസ് ആണ്. ഗ്രാമാന്തരീക്ഷത്തിൽ ടൗണിൽ നിന്നും അകലെയല്ലാതെ യഥേഷ്ടം ഇരുന്ന് രാവിലത്തെ ആഹാരം കഴിക്കാൻ കഴിയും. ഞാൻ വേഗത്തിൽ തന്നെ ഫുഡ് കഴിച്ചു. പിന്നെ കാഴ്ചകൾ കാണുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം യാത്രകൾ പോകുമ്പോൾ ഫുഡ് കഴിക്കുകയല്ല, പകരം കാഴ്ചകൾ കാണുകയാണ് പ്രധാന ലക്ഷ്യം. വിശാലമായ 6 വരിപ്പാത ബാംഗ്ലൂരിൽ നിന്നും 75 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞു. കർണാടകയിലെ രാമനഗര സുരപ്പനഹള്ളി ഭാഗത്താണ് ഈ തട്ടുകടയുള്ളത്. മരുമകന്റെ കുടുംബവും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഇവിടുത്തെ പ്രധാന ആകർഷണം യാത്രക്കിടയിലെ വലിയ റെസ്റ്റോറൻറ്റുകളേക്കാൾ ഇത്തരം ചെറിയ ഭക്ഷണശാലകളാണ് നമ്മളെ ആകർഷിക്കപ്പെടുന്നത്. പുറമേ നോക്കുമ്പോൾ വളരെ സാധാരണമായൊരു റോഡ് സൈഡ് ഹോട്ടൽ, മരങ്ങളുടെ തണലും തുറന്ന അന്തരീക്ഷവും യാത്രക്കാർക്ക് കുറച്ചുനേരം വണ്ടി നിർത്തി ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളുമായി നല്ലൊരു യാത്രാ ഇടവേള തന്നെയാണിത്. ഇവിടുത്തെ പ്രധാന ആകർഷണം കുനികൾ തട്ട് ഇഡ്ഡലിയാണ്. സാധാരണ ഇഡ്ഡലിയിൽ നിന്ന് വ്യത്യസ്തമായി വലുതും മൃദുവും സ്പോഞ്ച് പോലുള്ളതുമായ കല്ലിൽ ചുടുന്ന ഇഡ്ഡലി, അതിനൊപ്പം ചട്നിയും സാമ്പാറും ഉരുളക്കിഴങ്ങ് കറിയും ലഭിക്കും. വെണ്ണ ചേർത്ത് കഴിക്കുമ്പോൾ അതിൻ്റെ രുചി ഒന്നുകൂടി കൂടും. ഇതുകൂടാതെ വടയും റൈസ് ബാത്തും പോലുള്ള വിഭവങ്ങളും പലരും കഴിക്കുന്നത് കണ്ടു. ചൂടുള്ള ഇഡ്ഡലിയും ക്രിപ്സിയായ വടയും ഒരു കപ്പ് ചായയോ കാപ്പിയോ കൂടെ കഴിക്കുന്നത് യാത്രക്കിടയിലെ നല്ലൊരു ബ്രേക്കാണ്. വലിയ ആഡംബരങ്ങളൊന്നുമില്ലെങ്കിലും യാത്രക്കിടയിൽ നല്ലൊരു നാടൻ രുചി തേടുന്നവർക്ക് ഇത്തരം സ്ഥലങ്ങൾ തീർച്ചയായും വ്യത്യസ്ത അനുഭവങ്ങളാണ്. ഇത് മരുമകന്റെ അച്ഛനും അമ്മയും മകളും. അവർ ബാംഗ്ലൂരിൽ സ്ഥിരതാമസം ആണ്. ഇങ്ങനെയുള്ള യാത്രകൾ അവർക്കും പ്രിയപ്പെട്ടതാണ്. ഇതെൻ്റെ ലൈഫ് പാർട്ണർ. ഞങ്ങൾ ജീവിതമാകുന്ന തോണി ഒരുമിച്ച് തുഴഞ്ഞു തുടങ്ങിയിട്ട് 33 കൊല്ലം കഴിഞ്ഞു. തട്ടുകടയിൽ നിന്നും ഫുഡ് കഴിച്ച് യാത്ര തുടങ്ങുകയാണ്. എപ്പോഴും പേരക്കുട്ടിയാവും മുന്നിൽ ഉണ്ടാവുക. അവൻ ഡോർ തുറന്ന് കയറാൻ നോക്കുന്നു. പുതിയ കാഴ്ചകൾ, പുതിയ ഭക്ഷണങ്ങൾ, വ്യത്യസ്തരായ ജീവിതശൈലി പുലർത്തുന്ന മനുഷ്യർ. ബാംഗ്ലൂർ മാംഗ്ലൂർ ദേശീയപാതയിലുള്ള യാത്രയിൽ നഗരത്തിന്റെ തിരക്കുകൾ പിന്നിട്ട് പതിയെ ഗ്രാമീണ കാഴ്ചകളിലേക്ക് പ്രവേശിക്കുമ്പോൾ യാത്രയുടെ ഭാവം മാറുന്നു. ഹൈവേയുടെ ഇരുവശങ്ങളിലുമായി കാണുന്ന പച്ചപ്പും ചെറിയ ഗ്രാമങ്ങളും കൃഷിയിടങ്ങളും പിന്നിട്ട് മുന്നോട്ടു പോകുമ്പോൾ യദയൂരിലേക്കുള്ള വഴിയാണ് നമ്മെ സിദ്ധലിംഗേശ്വര സ്വാമിയുടെ സന്നിധിയിലേക്ക് എത്തിക്കുന്നത്. യദയൂർ ശ്രീ സിദ്ധലിംഗേശ്വര സ്വാമി ക്ഷേത്രത്തിന്റെ വിശുദ്ധമായ അന്തരീക്ഷത്തിലേക്ക് എത്തുമ്പോൾ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രകൃതി ഭംഗിയും നമ്മുടെ ശ്രദ്ധ ആകർഷിക്കും. ക്ഷേത്രത്തിന്റെ ആത്മീയ അന്തരീക്ഷത്തോടൊപ്പം ഈ പ്രദേശത്തിന്റെ മറ്റൊരു മനോഹരമായ കാഴ്ചയാണ് ഇവിടുത്തെ തടാകം. ക്ഷേത്ര ദർശനത്തിന് എത്തുന്നവർക്ക് കുറച്ചുനേരം ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും തടാകക്കരയിലെ ശാന്തമായ അന്തരീക്ഷത്തിൽ സമയം ചെലവഴിക്കാനും കഴിയും. അത് കാണാനാണ് ഞങ്ങളുടെ യാത്ര. തടാകക്കരയിലേക്ക് ഞങ്ങളുടെ വാഹനമെത്തി. യദയൂർ ശ്രീ സിദ്ധലിംഗേശ്വര ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള മനോഹരവും വിശാലവുമായ ജലാശയത്തിന്റെ തീരത്തിൽ കാഴ്ച അതിവിപുലവും ശാന്തവുമാണ്. ക്ഷേത്ര ദർശനത്തിനായി എത്തുന്ന ഭക്തരുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് ഇവിടുത്തെ ശാന്തത തന്നെയാണ്. ഇത് യദയൂർ ഗ്രാമത്തിന്റെ പ്രകൃതി സൗന്ദര്യത്തിന് ഒരു പ്രത്യേക ഭംഗി നൽകുന്നു. തടാകത്തിന്റെ കരയിലൂടെ നോക്കുമ്പോൾ കാണുന്ന പച്ചപ്പും ജലത്തിന്റെ നിശ്ചലതയും കാറ്റിൽ പതുക്കെ ചലിക്കുന്ന മരങ്ങളുടെയും ഇലകളുടെയും മനോഹര ദൃശ്യങ്ങളും ഈ സ്ഥലത്തെ കൂടുതൽ ആകർഷകമാക്കുന്നു. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി ഗ്രാമീണ അന്തരീക്ഷം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കാഴ്ച മനസ്സിന് വലിയൊരു ശാന്തതയാണ് സമ്മാനിക്കുന്നത്. കുഞ്ഞോളങ്ങൾ മാടി വിളിക്കുന്ന ജലാശയത്തിന്റെ അരികിൽ ഒരു കുടുംബം. അവരുടെ മനസ്സിൽ ഈ തടാകം പോലെ ശാന്തവും നിശ്ചലവുമാണ്. എല്ലാവരും സന്തോഷത്തിലാണ്. അവർ കാഴ്ചകൾ കാണുന്നു. കൂട്ടത്തിലുള്ള ചെറിയ കുട്ടിയുടെ കളികൾ കണ്ട് ആസ്വദിക്കുകയും ചെയ്യുന്നു. ഈ മനോഹര നിമിഷങ്ങളാണ് ജീവിതത്തെ സ്വർഗതുല്യമാക്കുന്നത്. ഇന്നത്തെ ഈ യാത്രയിൽ നമ്മൾ ഇത്രയും പേരാണ് കൂടെയുള്ളത്. ഇനി പരിചയപ്പെടുത്താത്തത് മരുമകന്റെ സഹോദരിയും അവളുടെ ഭർത്താവുമാണ്. അത് മരുമകന്റെ ഇടതുഭാഗത്തായിട്ട് നിൽക്കുന്നു. അവരുടെ ചെറിയ മകൾ ഇതാ ഓടിക്കളിക്കുന്നു. ഇതൊരു അസുലഭ നിമിഷമാണ്.
ഞങ്ങൾ തടാകരയിൽ നിന്നും നേരെ ശ്രീ സിദ്ധലിംഗേശ്വര ക്ഷേത്രത്തിന്റെ മുന്നിലെത്തി. ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ ഭക്തർക്ക് ആവശ്യമായ പൂക്കൾ, പഴങ്ങൾ, തേങ്ങ, വെറ്റില, മറ്റു പൂജാ സാധനങ്ങൾ എന്നിവ വിൽക്കുന്ന ചെറിയ കടകൾ കാണാം. മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ മനോഹരമായി നിരത്തി വെച്ചിരിക്കുന്ന ഈ കാഴ്ചയും ക്ഷേത്ര പരിസരത്തിന്റെ ഒരു പ്രത്യേക ഭംഗിയാണ് നൽകുന്നത്. ദർശനത്തിന് മുമ്പ് ഭക്തർ ഇവിടെ നിന്ന് പൂക്കളും മറ്റു പൂജാ സാധനങ്ങളും വാങ്ങി ക്ഷേത്രത്തിലേക്ക് പോകുന്നു. ഇത്തരം ചെറിയ കാഴ്ചകളിലാണ് ഒരു തീർത്ഥാടന കേന്ദ്രത്തിന്റെ യഥാർത്ഥ നാട്ടിൻപുറത്തെ ജീവിതവും സംസ്കാരവും നമുക്ക് അടുത്തറിയാൻ കഴിയുന്നത്. ബാംഗ്ലൂരിൽ നിന്നും 95 കിലോമീറ്റർ യാത്ര ചെയ്താൽ തുമക്കുരു ജില്ലയിലെ കുനിഗൽ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന യദയൂർ ശ്രീ സിദ്ധലിംഗേശ്വര ക്ഷേത്രത്തിലെത്താം. 15-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് ജീവിച്ചിരുന്ന മഹാനായ വീരശൈവ സന്യാസിയും ആത്മീയ ഗുരുവും എഴുത്തുകാരനുമായിരുന്നു തൊണ്ടട സിദ്ധലിംഗ. ക്ഷേത്രത്തിന്റെ ഔദ്യോഗിക ചരിത്ര വിവരങ്ങളനുസരിച്ച് മല്ലികാർജുനനും ജ്ഞാനാംബയും എന്ന മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഒരു കുഞ്ഞായി സിദ്ധലിംഗസ്വാമി പ്രത്യക്ഷപ്പെട്ടുവെന്നാണ് വിശ്വാസം. ചെറുപ്പം മുതൽ തന്നെ ആത്മീയതയിലേക്ക് ആകർഷിക്കപ്പെട്ട അദ്ദേഹം ദീർഘകാലം തപസ്സിലും ധ്യാനത്തിലും മുഴുകി. ഒരു തോട്ടത്തിൽ അദ്ദേഹം 12 വർഷം തപസ്സനുഷ്ഠിച്ചുവെന്നാണ് ക്ഷേത്രരേഖകൾ പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് തൊണ്ടട സിദ്ധലിംഗേശ്വര എന്ന് പേര് ലഭിച്ചതെന്നും വിശ്വസിക്കപ്പെടുന്നു. പിന്നീട് അദ്ദേഹം വിശാലമായ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് ശിവധർമ്മവും വീരശൈവ തത്വചിന്തയും ജനങ്ങളിലേക്ക് എത്തിച്ചു. അദ്ദേഹത്തിന് അനേകം ശിഷ്യന്മാരുണ്ടായിരുന്നു. ആത്മീയതയോടൊപ്പം മനുഷ്യജീവിതത്തിന്റെ മൂല്യങ്ങളും അദ്ദേഹം തന്റെ ഉപദേശങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചു. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളിലൊന്നാണ് ഷഡ്സ്ഥല ജ്ഞാനാമൃതം. ശൈവ ആത്മീയതയിലേക്കും ആത്മജ്ഞാനത്തിലേക്കുമുള്ള മാർഗത്തെക്കുറിച്ചാണ് ഈ വചനങ്ങളിൽ പറയുന്നത്. ഇവിടെ ധാരാളം സഞ്ചാരികളും കോളേജ് വിദ്യാർത്ഥികളും ബാംഗ്ലൂർ മാംഗ്ലൂർ ദേശീയപാതയ്ക്ക് സമീപമായതിനാൽ റോഡ് മാർഗം വളരെ എളുപ്പം ഇവിടെ എത്താൻ കഴിയും. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇതൊരു പുരാതന ശിവക്ഷേത്രം പോലെ തോന്നുമെങ്കിലും ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ തൊണ്ടട സിദ്ധലിംഗ സ്വാമികളുടെ നിർവികൽപ്പ ശിവയോഗ സമാധിയാണ്. അതിനാലാണ് എടയൂർ ഒരു സാധാരണ ക്ഷേത്രം മാത്രമല്ലാതെ കർണാടകയിലെ പ്രധാനപ്പെട്ട വീരശൈവ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായി മാറിയത്. സിദ്ധലിംഗസ്വാമിയുടെ തപസ്സുമായി ബന്ധപ്പെട്ട് ഇവിടെ വളരെ പ്രസിദ്ധമായ ഒരു ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം വർഷങ്ങളോളം ധ്യാനത്തിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ചുറ്റും ഒരു പുറ്റു വളർന്നുവെന്നും പറയപ്പെടുന്നു. അതിനിടയിൽ നമ്പെന്ന വ്യക്തിയുടെ പശുക്കളിൽ ഒന്നിനെ ദിവസവും കൂട്ടത്തിൽ നിന്നും മാറി ആ പുറ്റിനടുത്തേക്ക് പോകുന്ന ശീലമുണ്ടായിരുന്നു. പശു പാൽ നൽകുന്നില്ലെന്ന് ശ്രദ്ധിച്ച ഉടമ നാട്ടുകാരും അതിനെ പിന്തുടർന്നു. പുറ്റിനടുത്തെത്തി പുറ്റു പൊളിച്ചു നോക്കുമ്പോൾ അവിടെ സിദ്ധലിംഗസ്വാമി ആഴത്തിലുള്ള ധ്യാനത്തിൽ ഇരിക്കുന്നതായി കണ്ടുവെന്നാണ് വിശ്വാസം. ഇത്തരം കഥകളും ഐതിഹ്യവും വിശ്വാസവുമാണ് ഒരു തീർത്ഥാടന കേന്ദ്രത്തിന്റെ ആത്മീയ പാരമ്പര്യത്തെ കൂടുതൽ ആഴത്തിലാക്കുന്നത്. മരത്തിലും വെള്ളിയിലും കൊണ്ട് തീർത്ത രഥങ്ങൾ ഇതിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അത് പ്രത്യേക ഉത്സവ ദിവസങ്ങളിൽ ഉപയോഗിക്കാനുള്ളതാകാം. മഹാശിവരാത്രിയോടനുബന്ധിച്ച് സഹസ്ര രുദ്രാഭിഷേകവും ശ്രാവണ മാസത്തിൽ സഹസ്ര കമല പൂജ, ലക്ഷാബിൽ വാർച്ചന തുടങ്ങിയ പ്രത്യേക പൂജകളും നടത്തപ്പെടുന്നു. കാർത്തിക മാസത്തിൽ അവസാന ദിവസം ലക്ഷദീപം തെളിയിക്കുന്ന ചടങ്ങും ഇവിടെ പ്രധാനമാണ്. അമാവാസി ദിവസം കുംഭാഭിഷേകവും നടക്കുന്നു. അതുകൊണ്ട് തന്നെ വർഷം മുഴുവൻ പല സമയങ്ങളിലും പ്രത്യേക പൂജകളും ആചാരങ്ങളും നടക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് യദയിൽ. വടക്കോട്ട് ദർശനമുള്ള ഈ ക്ഷേത്രം ദ്രാവിഡ വാസ്തുശൈലിയിൽ നിർമ്മിച്ചതാണ്. വലിയൊരു ക്ഷേത്ര സമുച്ചയമാണ്. ക്ഷേത്രത്തിന്റെ മഹാദ്വാരത്തിന് സമീപം സിദ്ധലിംഗസ്വാമിയുടെ ആത്മീയ മഹത്വത്തെക്കുറിച്ച് പറയുന്ന ശിലാലിഖിതങ്ങളുണ്ട്. ഇവിടെ നോക്കൂ, ഗോപുരത്തിന്റെ ഓരോ നിരയിലും വ്യത്യസ്ത രൂപങ്ങളും കഥാസന്ദർഭങ്ങളും കാണാം. സന്യാസിമാരെയും ഭക്തരെയും ദേവതകളെയും വളരെ വർണ്ണാഭമായി ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സിദ്ധലിംഗസ്വാമിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും ശിവന്റെ വിവിധ ലീലകളും ചിത്രീകരിച്ച പ്രതിമകൾ കാണാം. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത വീരഭദ്രസ്വാമിയുടെ സന്നിധിയാണ്. പ്രധാന ക്ഷേത്രത്തിന്റെ താഴ്ഭാഗത്ത് വീരഭദ്രസ്വാമിയുടെ സന്നിധി കാണാം. സിദ്ധലിംഗേശ്വര സ്വാമിക്ക് പ്രാധാന്യ സ്ഥാനം നൽകുന്നതിനായി ഗർഭഗൃഹത്തിൽ നിന്നും മാറി നിന്നാണ് എന്ന് വിശ്വാസവുമുണ്ട്. ശ്രീ സിദ്ധലിംഗേശ്വര സ്വാമി വേദജ്യോതിഷ വീരവൈശ്യാഗമ സംസ്കൃത കോളേജ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ വേദം, ജ്യോതിഷം, വീരശൈവ ആഗമം, സംസ്കൃതം തുടങ്ങിയ വിഷയങ്ങളിൽ പഠനം നൽകുന്നു. അങ്ങനെ ആരാധനയ്ക്കൊപ്പം തന്നെ നമ്മുടെ പാരമ്പര്യം, വിജ്ഞാനം അടുത്ത തലമുറയ്ക്ക് കൈമാറുന്ന ഒരു വിദ്യാഭ്യാസ കേന്ദ്രം കൂടിയാണ് യദയൂർ ശ്രീ സിദ്ധലിംഗസ്വാമിയെ വണങ്ങി പുറത്തിറങ്ങി. ഇവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും കുതിരപ്പുറത്ത് കയറി സവാരി ചെയ്യാം. തടാകത്തിലൂടെ ഒരു യാത്ര. ഈ പുണ്യഭൂമിയിൽ കുറച്ചു സമയം ചെലവഴിച്ചപ്പോൾ മനസ്സിൽ നിറഞ്ഞത് ശാന്തിയും ഭക്തിയും ചരിത്രത്തോടുള്ള ഒരു പ്രത്യേക അടുപ്പവുമാണ്.
പ്രിയപ്പെട്ടവരെ, ഇതുപോലെ സഞ്ചാരവും ചരിത്രവും ഒരുമിച്ച് പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പാത്സ് ഓഫ് KS എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം.